അതാണ് അബ്ദുൾ സലാമിനെ എന്തുകൊണ്ടാണ് BJP വണ്ടിയിൽ കയറ്റാത്തത് എന്ന ചോദ്യത്തിനപ്പുറം അബ്ദുൾ സലാമിനെ ലീഗ് കണക്കാക്കുമ്പോൾ ഒരു അക്കാഡമീഷ്യൻ എന്ന നിലയിലാണ്. അപ്പോൾ ND-യിലേക്ക് പോയ UDF സ്ഥാനാർത്ഥി എന്ന രീതിയിൽ നിങ്ങൾ അതിനെ പരിചയപ്പെടുത്തരുതെന്നാണ് പറയുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലെ VC-യായി അബ്ദുൾ സലാമിനെ നിശ്ചയിക്കുന്നതിന് മുമ്പ് ഒരാളെ നിശ്ചയിച്ചിരുന്നു. അത് മറ്റാരുമല്ല, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു. അതാണ് മുസ്ലിം ലീഗിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സമീപനം. അതിനെതിരെ ശക്തമായ നിയമ നടപടികളും അതോടൊപ്പം തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. നിങ്ങൾ തീരുമാനമെടുത്തോ? നിങ്ങൾ ലിസ്റ്റ് കൊടുത്തോ? നിങ്ങൾ നൽകിയ ലിസ്റ്റിൽ ഗവർണർക്ക് ഒറ്റ കാര്യമുള്ളൂ, മുസ്ലിം ലീഗിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അറിയാത്തത് കൊണ്ടാണ്. കാരണം എന്താണെന്നറിയോ, ഈ ഹമീദ് മാഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനെ പിടിച്ച് VC ആക്കണം എന്ന് പറഞ്ഞ് ഗവർണർക്ക് ലെറ്റർ കൊടുത്തത് ആരാ? ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ED ചന്ദ്രികയിലേക്ക് വന്നത് 500 മീറ്ററേ ഉള്ളൂ. ഈ മുസ്ലിം ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും 500 മീറ്റർ അപ്പുറത്താണ് ചന്ദ്രികയുടെ ഓഫീസ് വന്നത്. അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞിട്ടും പറയാത്തതാണോ എന്നറിയില്ല. അത്രമാത്രം ED-യുമായി ബന്ധം അവർക്കുണ്ട്. നന്നായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും അറിഞ്ഞിട്ടും നടന്നിട്ടില്ല എന്ന് പറയുകയാണ്. ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് അദ്ദേഹം അതിനെ കുറിച്ചൊന്ന് പഠിക്കണം. ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രധാനപ്പെട്ട സവിശേഷത തന്നെ എന്താണ്? ആരാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പണം നൽകുന്നത്, ഫണ്ട് നൽകുന്നത്, അതവിടെ മൂടി വെക്കുന്നു. അത് ഒരാളെയും അറിയിക്കേണ്ടതില്ല, അതിന്റെ വെളിപ്പെടുത്തേണ്ടതില്ല. അത് വളരെ സുതാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടാണ്. അത്തരത്തിൽ വളരെ ഹൈഡ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇലക്ട്രൽ ബോണ്ട്. ആരാർക്ക് നൽകുന്നു എന്നത് എവിടെയും വെളിപ്പെടുത്തുന്നില്ല. അത് വെളിപ്പെടുത്താത്തതിനെ സംബന്ധിച്ച് കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുമ്പ് CPIM ആണ് അതിനെതിരായി സുപ്രീം കോടതിയിൽ പോയി. ഇവിടെ വളരെ ശക്തമായ നിയമ നടപടികളുടെ ഭാഗമായി ഏറ്റവും ഒടുവിൽ ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കേണ്ടതായി വന്നത്. പണം നൽകി എന്നതിന്റെ ലിസ്റ്റ് പ്രഖ്യാപിക്കേണ്ടി വന്നത്. മാസപ്പടി വിഷയത്തിൽ നിങ്ങൾ പാർട്ടിയിലേക്ക് വന്നെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കൈകളിലേക്കാണ് പണം. മാസപ്പടിയുടെ എല്ലാ ഇന്ന് ലീഗ് പോലും പറയാത്ത കാര്യമാണ്. പറയാത്തതിനെ സംബന്ധിച്ചാണ് നിങ്ങൾ ഇവിടെ മാത്രമല്ല എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മറ്റ് കമ്പനികളുടെ പേര് കൂടി ഇന്നിപ്പോ SFI പുറത്തുവിട്ടിട്ടുണ്ട്. അവിടേക്ക് അന്വേഷണം പോവുകയാണ്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അരവിന്ദ് കെജ്രിവാൾ പോലെ മുഖ്യമന്ത്രിയുടെ മകളുടെ വീട്ടിലേക്ക് നടക്കട്ടെ. എല്ലാ അന്വേഷണം ഇവിടെ നടക്കട്ടെ. ഒരു അന്വേഷണത്തിനും ആരും ഇവിടെ എതിരല്ലല്ലോ. ഇന്ന് ഈ പറയുന്ന മാസപ്പടി വിവാദത്തിനെ കുറിച്ച് UDF-ന് പോലും ഇന്നൊരു മൈക്ക് കെട്ടി പ്രസംഗിക്കാൻ കഴിയില്ല. അതിന്റെ വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇവിടെ ഇലക്ട്രൽ ബോണ്ട്, ഇവിടെ ആയിരക്കണക്കിന് കോടി രൂപ ഇവിടെ BJP വാങ്ങിവെക്കുക. ആരാർക്ക് നൽകി എന്നതിനെ സംബന്ധിച്ച് CPIM സുപ്രീം കോടതിയിൽ പോയി ശക്തമായ നിയമ നടപടികളുടെ ഭാഗമായി ഇവിടെ ഉത്തരവിന്റെ ഭാഗമായി ഇവിടെ പുറത്തുവിട്ടു ലിസ്റ്റ്. ആ ലിസ്റ്റ് പുറത്തു വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. BJP-യും കോൺഗ്രസും ഇവരെല്ലാവരും കോടിക്കണക്കിന് വരുന്ന രൂപയാണ് അഴിമതി നിയമവിധേയമാക്കിക്കൊണ്ട് ഇവിടെ ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായി കൈപ്പറ്റിയിട്ടുള്ളത്. ഈ കേരളത്തിൽ നിന്നുൾപ്പെടെ മലയാള മനോരമയുടെ സ്ഥാപനമാണ് MRF. ആ MRF ഉൾപ്പെടെ BJP-ക്ക് ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായി പണം നൽകിയിരിക്കുന്നു. ഇവിടെ സാബു കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം മഹാമോശമാണെന്ന് പറഞ്ഞ് ഇതാ ഞാൻ തെലങ്കാനയിലേക്ക് പോവുകയാണ്, അവിടെ വലിയ തോതിലുള്ള സൗകര്യങ്ങൾ എനിക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ചാർട്ടേഡ് വിമാനത്തിൽ ഇവിടുന്ന് പറന്നതിന്റെ തൊട്ടടുത്ത ദിവസം 25 കോടി രൂപയാണ് BJP-ന്റെ അക്കൗണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയത്. അതും ഇപ്പോഴല്ലേ വെളിപ്പെട്ടത്. അപ്പോ വളരെ കൃത്യമാണ്, ഇലക്ട്രൽ ബോണ്ട് നിയമപരമാക്കി മാറ്റുന്നു അഴിമതിയെ. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പണം അത്രയും പോയത്. പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. ഇവിടെ എന്താണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഫിറോസ് ഇവിടെ പറഞ്ഞത്? അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറയുകയാണ് CAA യാഥാർത്ഥ്യമായി, അതിവിടെ നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല, അതിവിടെ നടപ്പിലാക്കേണ്ടി വരും. യൂത്ത് പറയുന്നു ഒറ്റ കാര്യം, ഭരണഘടനാ വിരുദ്ധമായ ഭേദഗതിയെ ചോദ്യം ചെയ്ത് ഇവിടെ DYFI-യും കേരള സംസ്ഥാന ഗവൺമെന്റും ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു.
അതിന്റെ ഭാഗമായി ഇതാ അതിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനകത്ത് പല രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പൊ കക്ഷി അല്ല, ചേർന്ന് പക്ഷേ മുഖ്യമന്ത്രി കാര്യങ്ങൾ നടത്തുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതാണ് ലീഗിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ആരോപണം. എന്താണ് കേരള സംസ്ഥാനത്തിന് മാത്രമായി CAA-യിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ലല്ലോ. കാര്യമുള്ളൂ. ഭരണഘടനാ വിരുദ്ധമായ അത് ഒരു സുപ്രീം കോടതി ചോദ്യം ചെയ്യൂ. അതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് ഭരണഘടനാ LDF വിരുദ്ധമായ ക്ലെയിം ഏറ്റെടുക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ഒന്നുമില്ല, വളരെ കൃത്യമാണ്. എന്നൊരു ചോദ്യം. ഈ ഈ നാട്ടിലെ ഭരണഘടന എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ കേരളത്തിലെ ഗവൺമെന്റിനുണ്ട്. ശരി. ആ ഉത്തരവാദിത്വം നിർവഹിക്കുക തന്നെ ചെയ്യും. ഭരണഘടനാ ആ സമയത്ത് ആ. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആശങ്കയിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ അതിൽ നിന്നും രാഷ്ട്രീയ ലാഭം നേടുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ലീഗിന്റെ നേതാവ്, ശരി, യൂത്ത് ശരി. ലീഗിന്റെ നേതാവ് ഈ നിയമം ഇവിടെ നടപ്പിലാക്കേണ്ടി വരുമെന്ന് പറയുന്നത്.